അഡ്ഹോക് കമ്മിറ്റിയും രാജിവെച്ചു. തർക്കത്തിനോ നിയമയുദ്ധത്തിനോ ഒന്നും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് അഡ്ഹോക് കമ്മിറ്റി രാജിവെച്ചിരിക്കുകയാണ്. അപ്പോൾ അമ്മ രൂക്ഷമായ പ്രതിസന്ധിയിലൂടെയാണ് പോകുന്നത്. കാരണം ഒന്നാമത് ശ്വേതയും ഭരണസമിതി രാജിവെച്ചു. അത് കഴിഞ്ഞ് ഒരു അഡ്ഹോക് കമ്മിറ്റി ഉണ്ടാക്കി, അതും ഇപ്പോൾ രാജിവെക്കുന്നതിൻ്റെ സാഹചര്യം. ഇപ്പോൾ ഭരണത്തിലൊന്നും ആരുമില്ല, ആർക്കും താല്പര്യവും കൂടിയില്ല. പ്രത്യേകിച്ച് ശ്വേതാ മേനോനും രമേശ് പിഷാരടിയും തമ്മിലുള്ള ഒരു ഫോൺ കോൾ കോൺവെർസേഷൻ ഒരു വിശ്വാസവഞ്ചന എന്ന് തന്നെ രമേശ് പിഷാരടി പറയുകയും ചെയ്യുന്നത് പുറത്തു കൊണ്ടുവന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായി. ആ ഒരു രീതിയിലൂടെയൊക്കെ പോകുമ്പോൾ ഒരുപാട് പ്രതിസന്ധിയിലൂടെയും പ്രശ്നങ്ങളിലൂടെയൊക്കെയാണ് പോകുന്നത്. സാധാരണയായി പ്രതിസന്ധിയും പ്രശ്നവും എന്ന വാക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ പോലും അത് ശരിക്കും ഇതൊരു പ്രതിസന്ധിയും പ്രശ്നവും തന്നെയാണ്. ആരും ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അമ്മ പോകുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം അൻസിബ ഹസൻ ഇട്ടൊരു പോസ്റ്റിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യണം. ചർച്ച ചെയ്തേ മതിയാവുകയുള്ളൂ. വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിലേക്കാണ് അത്. പ്രത്യേകിച്ച് ഇന്നത്തെ സർക്കാർ നിയമയുദ്ധത്തിൽ പോരാടുന്ന ഒരു വനിത കൂടിയാണ് അൻസിബ ഹസൻ. പോലീസ് സ്റ്റേഷനിലേക്ക് ആദ്യം പരാതി കൊടുക്കുമ്പോൾ കഴമ്പില്ല എന്ന് പറഞ്ഞ് തള്ളിവിടുന്നു. അതിനുശേഷം കോടതിയിലേക്ക് പോയിട്ട് കോടതിയിൽ നിന്ന് പറയുകയാണ് ഇത് കേസെടുക്കാമെന്നുള്ളൊരു സാഹചര്യം പറഞ്ഞിട്ടാണ് ടിനി ടോമിനെതിരെ കേസെടുക്കുകയും ലക്ഷ്മിപ്രിയയും ഭർത്താവ് ജയേഷിനെതിരെയും വനിതാ എസ് ഐ രേഷ്മിക്കെതിരെയും ഒക്കെ കേസെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയത്. എന്തായാലും അൻസിബയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്, അതിലെ വാക്കുകൾ നമുക്ക് വിശകലനം ചെയ്യാം. എന്നെ യൂട്യൂബ് ചാനലിലൂടെ അപകീർത്തിപ്പെടുത്തുകയും ഒരു സ്ത്രീയെ അപമാനിക്കാവുന്നതിൻ്റെ പരമാവധിയിലെത്തിച്ച് അസത്യപ്രചരണം നടത്തുകയും ചെയ്ത പ്രതികൾക്കെതിരെ ഞാൻ പാലാരിവട്ടം പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ ഈ വിഷയം കേവലം ഒരു മാനനഷ്ട കേസ് മാത്രമാണ് എന്നാണ് പാലാരിവട്ടം പോലീസ് ഇന്ന് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അതിനൊപ്പം അൻസിബ നൽകുന്ന പരാതികൾ അന്വേഷിക്കലല്ല കേരള പോലീസിന്റെ ജോലി എന്ന് സർക്കാർ കോടതിയിൽ പറഞ്ഞതായും അറിയാൻ കഴിഞ്ഞു. സ്ത്രീത്വത്തെ അപമാനിക്കുന്നതിനെ ഏതു തുലാസിലാണ് നിങ്ങൾ അളക്കുന്നതെന്ന് വ്യക്തമാക്കണം. എങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിൽ നേരിടേണ്ടി വരുന്ന അപമാനങ്ങൾ ക്ഷമിച്ചു കളയാൻ ഞാൻ തയ്യാറാണ്. അതായത് കേവലം ഒരു മാനനഷ്ട കേസ് മാത്രമാണ് എന്നാണ് പാലാരിവട്ടം പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ തീർത്തും അതൃപ്തയാണ് അൻസിബ ഹസൻ എന്നത് വ്യക്തമാക്കുന്ന രീതിയിലും, അതോടൊപ്പം തന്നെ അൻസിബ നൽകുന്ന പരാതി അന്വേഷിക്കലല്ല കേരള പോലീസിൻ്റെ ജോലി, അത് മാത്രം അന്വേഷിക്കലല്ല എന്നാണ് പറയുന്നത്. അതായത് അൻസിബ ഇപ്പം തന്നെ ടിനിക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്, ലക്ഷ്മിപ്രിയക്കെതിരെ, ഭർത്താവ് ജയേഷിനെതിരെ, വനിതാ എസ് ഐക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിലൂടെയൊക്കെ പല പരാതികളും അൻസിബ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ കേരള പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇതിങ്ങനെയല്ല, അൻസിബയുടെ പരാതികൾ അന്വേഷിക്കലല്ല കേരള പോലീസിൻ്റെ ജോലി എന്നതും കൂടി പറയുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും അൻസിബയ്ക്ക് അതും ചോദ്യം ചെയ്യുകയാണ് എന്നതും വ്യക്തമാവുകയാണ്. മാത്രമല്ല ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം അവിടെയാണ്, അതായത് സ്ത്രീത്വത്തെ അപമാനിക്കുന്നതിനെ ഏത് തുലാസിലാണ് നിങ്ങൾ അളക്കുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അത് കേവലം ഒരു മാനനഷ്ട കേസ് മാത്രമാണോ സ്ത്രീത്വത്തെ അപമാനിക്കുന്നത് എന്നൊരു ചോദ്യം കൂടി അൻസിബ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ബാക്കി പ്രതികളുടെ നിലവിലെ പ്രവൃത്തി എൻ്റെ സ്ത്രീത്വത്തെയും വ്യക്തിത്വത്തെയും അങ്ങേയറ്റം അപമാനിക്കുന്നതാണെന്ന് ബോധ്യമുള്ളതിനാലാണ് ഞാൻ നിയമപരമായി പരാതി നൽകിയത്. ഇനി അധികാരികൾ കാണുന്ന സ്ത്രീകൾക്ക് ഇത് അപമാനമായി തോന്നുന്നെങ്കിൽ ഞാൻ നൽകിയ പരാതിയുടെ പേരിൽ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. സട്ടയറാണ്, വ്യക്തമാണ്. പക്ഷേ ഈ വിഷയത്തിൽ നീതി തേടി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ്. കാരണം നിങ്ങൾ തകർക്കാൻ ശ്രമിച്ചത് എൻ്റെ അന്തസ്സിനെയാണ്, എൻ്റെ സ്ത്രീത്വത്തെയാണ്. അത് നഷ്ടപ്പെടുമ്പോഴുള്ള വേദന അനുഭവിക്കുന്നവൾക്ക് മാത്രമേ മനസ്സിലാകൂ, നിങ്ങൾക്കത് മനസ്സിലാകില്ല. കാരണം ആ വേട്ടക്കാർ നിങ്ങളിലേക്ക് എത്തുന്നത് വരെ നിങ്ങൾ സുരക്ഷിതരാണല്ലോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അൻസിബ ആദ്യം മുതൽ തന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ ഉൾപ്പെടെ അൻസിബ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് അൻസിബ പറയുന്നത് എൻ്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇതിലിറങ്ങി തിരിച്ചത് എന്നതാണ് പറയുന്നത്. സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാതാക്കുക എന്ന് പറയുന്നത് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കാര്യമാണ്. ആ സെൽഫ് റെസ്പെക്റ്റിനെ ഇല്ലാതാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഒട്ടും താല്പര്യമില്ല. അതിനുവേണ്ടി നീതിക്ക് വേണ്ടി ഏതറ്റം വരെയും പോരാടും എന്ന് പറഞ്ഞ ഒരു സ്ത്രീ കൂടിയാണ് അൻസിബ. ആ അൻസിബ തുടക്കം മുതൽ തന്നെ അൻസിബയുടെ സ്റ്റാൻഡ് വ്യക്തമാക്കി കഴിഞ്ഞതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ മാറുന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അൻസിബയോട് സംസാരിക്കുകയും ചെയ്യുന്നത്. ഒന്നോർക്കുക, ഹിൽ പാലസ് കേസിലും കടവന്ത്ര കേസിലും നിങ്ങൾ ഇതേ നിലപാടാണ് സ്വീകരിച്ചത്. എന്നാൽ ഒടുവിൽ നിങ്ങൾക്ക് ജനമധ്യത്തിൽ നാണം കെട്ട് നീതി പാലിക്കേണ്ടി വന്നു. ഇത് കേരള പോലീസിനോടാണ് അൻസിബ നാണം കെട്ട് ആണ് എന്ന് പറയുന്ന വാചകങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ കേസിലും അതിൽ നിന്നും വ്യത്യസ്തമായ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ വിഷയത്തിൽ ഭരണകൂടത്തിൻ്റെ സകല ശക്തിയും നിങ്ങൾ പാലാരിവട്ടം കേസിനായി ഉപയോഗിച്ചാലും അതിനെ എല്ലാം അതിജീവിച്ച് എൻ്റെ സ്ത്രീത്വവും നീതിയും തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുക തന്നെ ചെയ്യും, തീർച്ച എന്ന് പറഞ്ഞുകൊണ്ടാണ് അൻസിബ ഹസൻ ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അൻസിബയെ അനുകൂലിച്ചുകൊണ്ട് തന്നെയാണ് ഓരോരുത്തരും പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഒരു ഗുരുതരമായ പരാതി കേരള പോലീസിനെതിരെ അൻസിബ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വിഷയം എടുക്കാനുള്ളൊരു കാരണം. അതായത് പോലീസ് ഇത് വളരെ ലാഘവത്തോടു കൂടി കാണുന്നു, വെറും ഒരു മാനനഷ്ട കേസ് മാത്രമായിട്ട് കാണുന്നു. കഴിഞ്ഞ 2 തവണയും കേസ് പോലീസ് എടുത്തില്ല, കഴമ്പില്ല എന്നതിൻ്റെ പേരിൽ പിന്നെ കോടതി കയറിയിട്ടാണ് അൻസിബ അത് വാങ്ങിക്കേണ്ടി വന്നത്. ആ പശ്ചാത്തലത്തിൽ പോലും ഒരു നീതി കിട്ടുന്നില്ല,
വീണ്ടും ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴും ഒരു പശ്ചാത്തലത്തിൽ പോലും ഒരു നീതി കിട്ടുന്നില്ല. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ ഒരു യൂട്യൂബ് ചാനലിലൂടെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലും ഒരു സ്ത്രീയെ അപമാനിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ സഹിതം കൊടുത്തപ്പോൾ പോലും അതിനെപ്പറ്റി ഒരു ചർച്ചയോ അതിനെപ്പറ്റി കേസെടുക്കാനോ പോലീസ് തയ്യാറാകുന്നില്ല എന്നതിനെ രൂക്ഷമായി വിമർശിക്കുകയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അൻസിബ ഹസൻ ചെയ്യുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.